ഇന്ത്യ ശ്രീലങ്ക വനിതാ 2020 പോരാട്ടം ഇന്ന് തിരുവനന്തപുരം കാര്യവട്ടം സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7 മണിക്കാണ് മത്സരം. ആദ്യ 2 മത്സരം ജയിച്ച ഇന്ത്യക്ക് ഇന്ന് ജയിക്കാനായാൽ പരമ്പര സ്വന്തമാക്കാം. വിശാഖപട്ടണത്തെ ആദ്യ 2 മത്സരങ്ങളും ജയിച്ച ലോക ചാമ്പ്യന്മാർ കാര്യവട്ടത്ത് പോരിനിറങ്ങുന്നത് തികഞ്ഞ ആത്മവിശ്വാസത്തോടെ. തിരുവനന്തപുരത്തെ 3 മത്സരങ്ങളിൽ ഇന്നത്തേത് ജയിച്ചാൽ പരമ്പര ഇന്ത്യക്ക് സ്വന്തം. പരിശീലകൻ അമുൽ മജുംദാറിന്റെയും ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗറിന്റെയും നേതൃത്വത്തിൽ 3 മണിക്കൂറോളം ടീം പരിശീലനം നടത്തി. നെറ്റ്സിൽ സ്മൃതി മന്ദാന, ഷഫാലി വർമ്മ, ഹർമൻപ്രീത് കൗർ ഉൾപ്പെടെയുള്ള താരങ്ങൾ ബാറ്റിംഗ് പരിശീലനം നടത്തി. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് വിശ്രമിക്കുന്ന ജമീമ റോഡ്രിഗസ് പരിശീലനത്തിന് ഇറങ്ങാത്തതാണ് ഇന്ത്യക്ക് ആശങ്ക. രാത്രി നടക്കുന്ന മത്സരത്തിൽ തിരുവനന്തപുരത്തെ മഞ്ഞും തണുപ്പും പ്രധാന ഘടകമാകും. 2 മത്സരങ്ങൾ ജയിച്ചെങ്കിലും ശ്രീലങ്കയെ നിസ്സാരമായി കാണുന്നില്ലെന്ന് പരിശീലകൻ അമുൽ മജുംദാർ പറഞ്ഞു. Sri Lanka is a very good side. There's no doubt about it. And every side, every opponent, we look at it as a challenge. And they have got some fantastic players. So we respect that, and every opponent we do treat them with equal respect. സ്കോർ ഉയർത്താത്ത ബാറ്റിംഗ് നിരയാണ് ശ്രീലങ്കയ്ക്ക് തലവേദന. ബൗളിംഗിൽ മെച്ചപ്പെടാനുണ്ടെന്ന് ലങ്കൻ ക്യാപ്റ്റൻ ചമാരി അത്തപത്ത് പറഞ്ഞു. We have to improve our bowling as well. But the thing is, when the divis come out, it's easy to bat compared to the first innings. But it's not an excuse for the bowlers. But yeah, they're playing really good according to their plans, and they execute their right plan, right time. And we need to get few wickets in power play and first 10 overs. Then we can put some pressure on their shoulders. കുറഞ്ഞ നിരക്കിലെ ടിക്കറ്റ് വിൽപ്പന കാര്യവട്ടത്ത് ആരാധകരെ കൂട്ടുമെന്നാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ പ്രതീക്ഷ. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.